കുവൈറ്റ് മണലാരണ്യത്തിലെ ശാന്തമായ ഈ രാജ്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വല്ലാത്തൊരു ഭീതിയിലാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചു. ആകാശത്ത് നമ്മുടെ പ്രതിരോധ സേന ശത്രുവിൻ്റെ മിസൈലുകളെ തകർത്തെറിയുമ്പോഴും താഴെ ഭൂമിയിൽ മറ്റൊരു വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. മിസൈലുകളോ ഡ്രോണുകളോ ആകാശത്ത് വെച്ച് തകർക്കപ്പെടുമ്പോൾ അവ പൂർണ്ണമായും നശിക്കുന്നില്ല. ചിലപ്പോൾ അവയുടെ എൻജിൻ മാത്രമായിരിക്കും തകരുക. സ്ഫോടന വസ്തുക്കൾ നിറഞ്ഞ പ്രധാന ഭാഗം വഴിതെറ്റി ഭൂമിയിൽ പതിക്കാം. ഇതിനെയാണ് ഷ്രാപ്നൽ അല്ലെങ്കിൽ മിസൈൽ അവശിഷ്ടങ്ങൾ എന്ന് വിളിക്കുന്നത്. ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചത് കൊണ്ട് മാത്രം അത് അപകടകരമല്ല എന്ന് കരുതരുത്. പലപ്പോഴും മിസൈലുകൾ ഭൂമിയിൽ പതിച്ചതിന് ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് കുട്ടികളുടെ കളിക്കോപ്പല്ല, മരണം. ശത്രുക്കൾ ഉപയോഗിക്കുന്ന ആധുനിക ഡ്രോണുകൾ കേവലം നിരീക്ഷണത്തിനുള്ളവയല്ല. അവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹോളോ ചാർജ് പോലുള്ള മാരകമായ സ്ഫോടക വസ്തു സംവിധാനങ്ങളാണ്. ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളവയാണിവ. ഇത്തരം ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഒരു ചെറിയ ജനവാസ മേഖലയിൽ പതിച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. അപകടങ്ങൾ ഒഴിവാക്കാൻ കുവൈറ്റ് സുരക്ഷാ സേന പൊതുജനങ്ങൾക്കായി കർശന നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ലോഹഭാഗങ്ങളോ ഇലക്ട്രോണിക് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ അപരിചിതമായ വസ്തുക്കളോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പോകാനോ തൊടാനോ നീക്കാനോ ശ്രമിക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ജിജ്ഞാസ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. ഇത്തരം വസ്തുക്കൾ കണ്ടാൽ ഉടൻ തന്നെ എമർജൻസി നമ്പറായ 112 വിളിച്ച് വിവരം അറിയിക്കുക. കൃത്യമായ സ്ഥലം അധികൃതരെ അറിയിക്കണം. മിസൈൽ പതിച്ച സ്ഥലം കാണാനും സെൽഫി എടുക്കാനും തിരക്ക് കൂട്ടുന്നത് പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ്. ഇത് അതീവ അപകടകരമാണ്. സ്ഫോടക വസ്തുക്കൾക്ക് സമീപമുള്ള മൊബൈൽ ഫോൺ തരംഗങ്ങൾ പോലും ചിലപ്പോൾ സ്ഫോടനത്തിന് കാരണമായേക്കാം. മനുഷ്യജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ കുവൈറ്റ് സുരക്ഷാ സേന അത്യാധുനിക റിമോട്ട് കൺട്രോൾ റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. കുവൈറ്റ് നേരിടുന്ന ഈ അസാധാരണ സാഹചര്യത്തിൽ ഓരോ പ്രവാസിയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലെ പ്രവർത്തിക്കണം. നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കുന്നത്. ആകാശത്തെ മഴവില്ലുകൾക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന ഈ മരണത്തെ തിരിച്ചറിയുക, ജാഗ്രത പാലിക്കുക. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.